നമസ്കാരം. 2 ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് 13 സുപ്രധാന കരാറുകളിലാണ്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും ബഹിരാകാശ ഏജൻസികൾ ചേർന്ന് ചന്ദ്രന്റെ ധ്രുവമേഖലയിൽ നടത്തുന്ന സംയുക്ത പര്യവേക്ഷണമായ ചന്ദ്രയാൻ 5 ദൗത്യത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 60,000 കോടി രൂപ നിക്ഷേപം അടുത്ത 10 വർഷത്തിനുള്ളിൽ നടത്തുവാൻ ജപ്പാൻ ലക്ഷ്യമിടുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് സഹകരണവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തും. സെമി കണ്ടക്ടറുകൾ, ക്ലീൻ എനർജി, ടെലികോം, ഫാർമസ്യൂട്ടിക്കൽ, ധാതുഖനനം, സാങ്കേതിക വിദ്യാ മേഖലകളിലും കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്കിടെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കും അദ്ദേഹത്തിന്റെ പത്നി യാഷികോ ഇഷിബയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച സ്നേഹ സമ്മാനങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും കരകൗശല വിദ്യയുടെയും മനോഹാരിത വിളിച്ചോതുന്നതായിരുന്നു. ഇവയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. ഷിഗേരു ഇഷിബയ്ക്ക് മോദി സമ്മാനിച്ചത് വിലയേറിയ കല്ലുകൾ പതിച്ച പരമ്പരാഗത ശൈലിയിലുള്ള റാമൻ പാത്രങ്ങളും അതിനൊത്ത വെള്ളി കൊണ്ടുള്ള ചോപ്സ്റ്റിക്കുകളുമാണ്. ജപ്പാനിലെ തനത് ഭക്ഷണ രീതികളായ ഡോൺബുരി, സോബ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സമ്മാനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അമൂല്യമായ ചന്ദ്രകാന്തക്കല്ല് ഉപയോഗിച്ചാണ് ഈ പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചന്ദ്രകാന്തക്കല്ല് സ്നേഹം, സന്തുലിതാവസ്ഥ, സംരക്ഷണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പാത്രത്തിന്റെ താഴത്തെ ഭാഗം രാജസ്ഥാനിലെ പാർച്ചിൻകാരി ശൈലിയിലുള്ള കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. മാർബിളിൽ അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഈ കലാവിരുത് ഇന്ത്യൻ കരകൗശല വിദ്യയുടെയും ജാപ്പനീസ് ഭക്ഷണ സംസ്കാരത്തിന്റെയും മനോഹരമായ സംയോജനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു വലിയ ബൗളും ചെറിയ 4 ബൗളുകളും ഉൾപ്പെടുന്ന ഈ സമ്മാനത്തിന് നയതന്ത്രപരമായ പ്രാധാന്യത്തിനൊപ്പം സാംസ്കാരികപരമായ ഒരു തലം കൂടിയുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പത്നി യോഷിക ഇഷിബയ്ക്ക് പ്രധാനമന്ത്രി മോദി സമ്മാനിച്ചത് കൈകൊണ്ട് നെയ്ത അതിമനോഹരമായ ഒരു പഷ്മിന ഷാളാണ്. ലഡാക്കിലെ ചാങ്താങ്കി ആടുകളുടെ നേർത്ത രോമം ഉപയോഗിച്ച് കശ്മീരിലെ കരകൗശല വിദഗ്ധർ നെയ്തെടുത്ത ഈ ഷോൾ മൃദുത്വത്തിനും ഭാരക്കുറവിനും അതുല്യമായ സൗന്ദര്യത്തിനും പേരുകേട്ടതാണ്. വെള്ള നിറത്തിലുള്ള ഷോളിൽ പിങ്കും ചുവപ്പും നിറത്തിലുള്ള പൂക്കളും മാമ്പഴത്തിന്റെ ആകൃതിയിലുള്ള ചിത്രങ്ങളും ചിത്രവേല ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കശ്മീരി കലാവൈഭവത്തെയാണ് ഈ സൃഷ്ടി പ്രതിനിധീകരിക്കുന്നത്. ഈ വിലയേറിയ ഷോൾ പൂക്കളുടെയും പക്ഷികളുടെയും മനോഹരമായ രൂപങ്ങൾ കൊത്തിയെടുത്ത പേപ്പിയർ മാഷെ പെട്ടിയിലാണ് സമ്മാനിച്ചത്. ഇത് സമ്മാനത്തിന്റെ സാംസ്കാരികവും സൗന്ദര്യാത്മകവുമായ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, പ്രതിരോധ, സാങ്കേതിക മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നത്. പരസ്പരം ആദരവും സാംസ്കാരിക വിനിമയവും ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം സമ്മാനങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഊഷ്മളമായ ഒരു വ്യക്തിപരമായ സ്പർശം നൽകുകയും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.